ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾക്ക് ഒരു 5000 രൂപ ലോട്ടറി അടിച്ചൊക്കെയാണ്. അനിയത്തി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ എടുത്ത ലോട്ടറിയാണ് അടിച്ചത്. അവൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്ന് ലോട്ടറി റിസൾട്ട് നോക്കിയപ്പോൾ 5000 രൂപ അടിച്ചിരിക്കുന്നത്. അപ്പോഴേ ഞാൻ വിച്ചുവിനെ വിളിച്ചു. വിച്ചു അപ്പോൾ ആ ടൈമിൽ തന്നെ വന്ന് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ താടി കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ ഇറങ്ങി ചെന്നു. അങ്ങനെ ഞാനും വിച്ചുവും കൂടെ നേരെ വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോയി. വിച്ചുവിൻ്റെ വണ്ടിയിൽ പോകാൻ പറ്റില്ല, അതിൽ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ആ വണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ച്. അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ വണ്ടിയിൽ താക്കോൽ വെച്ചാൽ അവൻ എടുത്ത് എറിഞ്ഞു തന്നു. അവൻ ഇറങ്ങി വരാൻ വയ്യ. അങ്ങനെ ആ താക്കോൽ എടുത്ത് നേരെ വണ്ടി എടുത്ത് നേരെ നമ്മൾ ആറ്റിങ്ങിലോട്ട് പോയി. ആറ്റിങ്ങിൽ കോളേജിൻ്റെ അവിടെ വണ്ടിയും വെച്ചിട്ട് നേരെ നമ്മൾ നടന്നാണ് പോയത്. വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഹെൽമെറ്റ് വയ്ക്കാതെ നമ്മൾ പോയത്. അങ്ങനെ നേരെ ലോട്ടറി ഏജൻസി ചെന്നു. പകുതി ലോട്ടറി ഏജൻസിയിലാണ് ചെന്നത്. അവിടുത്തെ ടിക്കറ്റ് ആയിരുന്നു അത്. അങ്ങനെ പൈസ കിട്ടി. അങ്ങനെ പൈസയും വാങ്ങിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് പൈസ എല്ലാം അവളെ കൊടുത്തപ്പോൾ അവൾ അതിൽ നിന്ന് ഒരു 800 രൂപ എടുത്ത് ഇങ്ങ് തന്നായിരുന്നു. അങ്ങനെ ആ പൈസയും കൊണ്ട് ഞാൻ വിജയോടെ നേരെ വാളക്കാട് സിവിലിലോട്ട് വന്നു. സിവിലിൽ വന്നിട്ട് ബിയർ എടുത്ത്. ഒരു ബിയർ എടുക്കാനാണ് വന്നത് കേട്ടോ. സിവിൽ ചെന്ന് ഫ്രീസർ തുറന്നപ്പോൾ 3 ബിയർ അങ്ങ് എടുത്ത്. ലോട്ടറി അടിച്ചല്ലേ, പിന്നെ അച്ചുവിനൊരു സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞാൽ അവനൊരു 3 ബിയർ അങ്ങ് എടുത്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഊട്ടൂര് ഹോട്ടലിൽ വന്നിട്ട് 2 പ്ലേറ്റ് ഷവർമയും കൂടെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. പിന്നെ അതും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലാരും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയും അവളങ്ങ് കൊണ്ട് അളിയൻ്റെ വീട്ടിലാക്കാൻ പോയൊക്കെയായിരുന്നു. ആ ടൈമിൽ നമ്മൾ വീട്ടിൻ്റെ വെളിയിലിരുന്ന് ഷവർമയൊക്കെ സെറ്റ് ചെയ്ത് ബിയറൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഞാൻ ഇവിടെയും വെച്ച് ബിയർ ഒരെണ്ണം പൊട്ടിച്ച് അടിയും തുടങ്ങിയായിരുന്നു. ആ ടൈമിൽ ഞാനും ഷവർമ ഒന്ന് കഴിച്ചായിരുന്നു. നല്ല ഷവർമയായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ.